കേരളത്തിലെ വൺ ആൻഡ് ഓൺലി വൺ ഓപ്പൺ യൂണിവേഴ്സിറ്റി ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി അവരുടെ റിക്രൂട്ട്മെന്റ് പോർട്ടലിൽ റീസെൻ്റ്ലി ഒരു ജോബ് അപ്ഡേറ്റ് കൊടുക്കുകയുണ്ടായി. ദിവസങ്ങൾക്കകം അവരുടെ ഇൻബോക്സ് ആപ്ലിക്കേഷൻസ് കൊണ്ട് നിറഞ്ഞു. ഒപ്പം ഒരുപാട് അന്വേഷണങ്ങൾ, ഒരുപാട് ക്വയറീസ് ഈ ജോബ് റിലേറ്റഡ് വന്നുകൊണ്ടേയിരിക്കുന്നു. ഈ അന്വേഷണങ്ങളാണ് എന്നെ ഈ വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിച്ചത്. ആദ്യം നമുക്ക് നോക്കാം എന്താണ് ആ ജോബ് അപ്ഡേറ്റ്. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഒരു സർക്കാർ സ്ഥാപനമാണ്, അറിയാമല്ലോ അല്ലേ? ഇറ്റ്സ് എ കേരള ഗവൺമെൻറ് ഇനിഷ്യേറ്റീവ്. അവരുടെ വെബ്സൈറ്റ് സന്ദർശിക്കാം. വെബ്സൈറ്റ് സന്ദർശിക്കണമെങ്കിൽ www.sgou.ac.in പോകണം. സോ ദിസ് ഈസ് ദി ഒഫീഷ്യൽ വെബ്സൈറ്റ് ഓഫ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി. ഇവിടെ മുകളിൽ കാണുന്ന ആ ബ്ലൂ ബാൻഡിൽ കരിയേഴ്സ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. തൊഴിലവസരങ്ങളെല്ലാം തന്നെ ഈ കരിയർ ഓപ്ഷനിലാണ് വരുന്നത്. ടീച്ചിങ് ജോബ് മാത്രമല്ല കേട്ടോ, വിവിധ ഇനം ജോബ് ഓപ്പർച്യൂണിറ്റീസ് എല്ലാം ഈ കരിയർ ഓപ്ഷനിലാണ് വരുന്നത്. അപ്പം നിങ്ങൾ ഈ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റ് പേജ് നിരന്തരം സന്ദർശിക്കുന്നത് നിങ്ങൾക്കും നിങ്ങളുടെ പരിചയമുള്ള മറ്റ് സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഒക്കെ പ്രയോജനപ്പെടും. www.sgou.ac.in. സോ കരിയേഴ്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളെത്തും SGOയുടെ റിക്രൂട്ട്മെൻറ്റ് പോർട്ടലിൽ. ഇവിടെയാണ് ജോബ് നോട്ടിഫിക്കേഷൻ വരിക. ലേറ്റസ്റ്റ് ജോബ് നോട്ടിഫിക്കേഷൻ ഈസ് ഓഫ് അക്കാഡമിക് കൗൺസിലേഴ്സ്. ഈ അക്കാഡമിക് കൗൺസിലർ എന്ന ടേമാണ് ഒരുപക്ഷെ ടീച്ചേഴ്സിൻ്റെ ഇടയിൽ ഒരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം ഈ ടെർമിനോളജി അത്ര സുപരിചിതമല്ല. ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് മോഡിൽ നമ്മൾ ടീച്ചേഴ്സ്, ലെക്ചറേഴ്സ്, പ്രൊഫസേഴ്സ് ഈ ഒരു ടേം അല്ല വിളിക്കുന്നത്. കാരണം നമ്മുടെ ലേണേഴ്സ് ഒരു ഹെട്രോജിനസ് ഗ്രൂപ്പാണ്. ഇവിടെ ലേണിങ്ങിന് പ്രായം ഒരു തടസ്സമല്ല. വി ഹാവ് ലേണേഴ്സ് ഓഫ് 20 years ഓഫ് ഏജ് ആസ് വെൽ ആസ് ഓഫ് 80 years. 20 വയസ്സുകാരനും 80 വയസ്സുകാരനും നമ്മുടെ ലേണറാണ്. സോ ഇവിടെ ടീച്ചർ ആക്ട്സ് ആസ് എ കൗൺസിലർ ഓൾസോ. ദാറ്റ് ഈസ് അക്കാഡമിക് സപ്പോർട്ടിനൊപ്പം തന്നെ നോൺ അക്കാഡമിക് സപ്പോർട്ടും നമ്മുടെ ലേണറിന് അനിവാര്യമാണ്. 80% പഠനം സെൽഫ് ലേണിംഗ് മെറ്റീരിയലിലൂടെയാണ് നടക്കുന്നത്. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വളരെ മികച്ച സെൽഫ് ലേണിംഗ് മെറ്റീരിയലാണ് ലേണേഴ്സിന് കൊടുക്കുന്നത്. ഒപ്പം തന്നെ അവർക്കൊരു കൗൺസിലർ എന്ന രീതിയിലുള്ളൊരു സപ്പോർട്ടും അനിവാര്യമാണ്. ബേസിക്കലി കൗൺസിലിംഗ് എന്താണ്? ഹെൽപ്പിംഗ് അതേഴ്സ് ടു ഹെൽപ്പ് ദംസെൽസ്. സോ ഇവിടെ ടീച്ചിങ്ങിനേക്കാൾ ഉപരി ഒരു ബ്രോഡർ പെർസ്പെക്റ്റീവിലാണ് അക്കാഡമിക് കൗൺസിലർ എന്ന ടെർമിനോളജി യൂസ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഒരു ടീച്ചറിന് ഒരു സക്സസ്ഫുൾ അക്കാഡമിക് കൗൺസിലർ ആകാൻ പറ്റുന്നത്, അതിനെപ്പറ്റിയുള്ളൊരു വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ ഐ വിൽ പ്രൊവൈഡ് ദ ലിങ്ക് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ ബോക്സ്. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് അക്കാഡമിക് കൗൺസിലിങ്ങിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അതിൽ കിട്ടും. ന്യൂ രജിസ്ട്രേഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് നോക്കാം എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണെന്ന്. നമ്മൾ എലിജിബിൾ ആണോ എന്ന് ആദ്യം നോക്കണമല്ലോ. സോ എലിജിബിലിറ്റി ക്രൈറ്റീരിയയിൽ 3 കാറ്റഗറീസ് എലിജിബിൾ ആണ്. നമ്പർ 1, റിട്ടയർഡ് ടീച്ചേഴ്സ് ഫ്രം യൂണിവേഴ്സിറ്റി or government colleges or aided colleges or national institutes. ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ റിട്ടയർഡ് ഹാൻഡ്സ് എലിജിബിൾ ആണ്. കാറ്റഗറി 2, ടീച്ചേഴ്സ് വർക്കിംഗ് ഇൻ യൂണിവേഴ്സിറ്റി ഓർ ഗവൺമെൻറ് കോളേജസ് ഓർ എയ്ഡഡ് കോളേജസ്. യൂണിവേഴ്സിറ്റികളിൽ, ഗവൺമെൻറ് കോളേജുകളിൽ അല്ലെ എയ്ഡഡ് കോളേജുകളിൽ ഇപ്പം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടീച്ചേഴ്സ് എലിജിബിൾ ആണ്. അപ്പാർട്ട് ഫ്രം ദാറ്റ്, കാൻഡിഡേറ്റ്സ് വിത്ത് മിനിമം ക്വാളിഫിക്കേഷൻസ് ഫോർ ദ പോസ്റ്റ് ഓഫ് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ആസ് പെർ UGC നോംസ്. ഇനി നിങ്ങൾക്ക് ജോലി ഇല്ല എന്നിരിക്കട്ടെ, നിങ്ങൾ റിട്ടയർഡും അല്ല, നിങ്ങൾക്ക് ജോലിയുമില്ല, പക്ഷേ നിങ്ങൾ UGCയുടെ നോംസ് അനുസരിച്ച് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ആകാനുള്ള യോഗ്യത നേടിയിട്ടുള്ള വ്യക്തിയാണെങ്കിൽ ഈവൺ യു ആർ എലിജിബിൾ ടു ബിക്കം ആൻ അക്കാഡമിക് കൗൺസിലർ. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ ദ റെലവൻറ്റ് ഡിസിപ്ലിൻ വിത്ത് എ മിനിമം ഓഫ് 55% മാർക്സ് ആൻഡ് നെറ്റ്/സ്ലെറ്റ് PhD. ഇത് നമുക്കറിയാമല്ലോ, നമ്മുടെ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ആവണമെങ്കിൽ ഇത് നമ്മുടെ മിനിമം എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആണ്. ടീച്ചിങ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ വെൽ ആൻഡ് ഫൈൻ. സോ ദീസ് 3 കാറ്റഗറീസ് ഉള്ള ടീച്ചേഴ്സ് അക്കാഡമിക് കൗൺസിലർ ആകാൻ യോഗ്യത ഉള്ളവരാണ്. ഇവിടെ ഏതൊക്കെ വിഷയങ്ങളിൽ അക്കാഡമിക് കൗൺസിലേഴ്സിനെ അല്ലെങ്കിൽ ടീച്ചേഴ്സിനെയാണ് വേണ്ടത് എന്നറിയണമെങ്കിൽ ഈ നോട്ടിഫിക്കേഷൻ വായിച്ചോളൂ, അതിൽ വിശദമായിട്ടുണ്ട്. ഒപ്പം തന്നെ ഇൻ ഷോർട്ട് ഞാൻ പറയാം,
നമ്മുടെ ഇവിടെ സ്കൂൾ സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത്. സ്കൂൾ സിസ്റ്റം ഇൻ്റർ ഡിസിപ്ലിനറി അപ്രോച്ചിന് വേണ്ടിയാണ് ഈ സ്കൂൾ സിസ്റ്റം ഫോളോ ചെയ്യുന്നത്. സോ സ്കൂൾ ഓഫ് ലാംഗ്വേജസിൻ്റെ അണ്ടറിൽ UG പ്രോഗ്രാംസ് റൺ ചെയ്യുന്നത് BA ഇംഗ്ലീഷ്, BA ഹിന്ദി, BA മലയാളം, BA സാൻസ്ക്രിത്, BA അറബിക് ആൻഡ് BA അഫ്സൽ ഉൽ ഉലാമ. അപ്പോൾ ഇത്രയും പ്രോഗ്രാംസ്, ഇത്രയും വിഷയങ്ങളുടെ ടീച്ചേഴ്സിനെ നാച്ചുറലി വേണം. ഈ വിഷയങ്ങൾക്ക് PG പ്രോഗ്രാംസും ഇവിടെ റൺ ചെയ്യുന്നുണ്ട്. MA ഇംഗ്ലീഷ്, MA ഹിന്ദി, MA മലയാളം, MA സാൻസ്ക്രിത്, MA അറബിക്. അപ്പോൾ ലാംഗ്വേജസ് ടീച്ചേഴ്സിന് ഇത്രയും വിഷയങ്ങളുടെ അക്കാഡമിക് കൗൺസിലേഴ്സിനെ ആവശ്യമുണ്ട്. Then comes School of Humanities and Social Science, which is the biggest school with 7 departments. ഇവിടെ UG പ്രോഗ്രാംസ് BA ഹിസ്റ്ററി, BA എക്കണോമിക്സ്, BA സോഷ്യോളജി, BA ഫിലോസഫി, BA സൈക്കോളജി, BA പൊളിറ്റിക്കൽ സയൻസ് റൺ ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ സോഷ്യൽ സയൻസ് സ്കൂളിൽ PG പ്രോഗ്രാംസ് MA ഹിസ്റ്ററി, MA എക്കണോമിക്സ്, MA സോഷ്യോളജി, MA ഫിലോസഫി, MA പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഇവയെല്ലാം സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസിൻ്റെ അണ്ടർ റൺ ചെയ്യുന്നുണ്ട്. സോ നാച്ചുറലി ഈ വിഷയങ്ങളുടെ അധ്യാപകരെ ആവശ്യമുണ്ട്. ദെൻ കംസ് ദ സ്കൂൾ ഓഫ് ലോ ആൻഡ് ബിസിനസ് സ്റ്റഡീസ്. അവിടെ UG പ്രോഗ്രാംസ് ഓഫർ ചെയ്യുന്നത് BCom, BBA ആൻഡ് BA നാനോ ഓൺട്രപ്രണർഷിപ്പ്. ഇത്രയും പ്രോഗ്രാംസ് സ്കൂൾ ഓഫ് ലോ ആൻഡ് ബിസിനസ് സ്റ്റഡീസിൽ ഓഫർ ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ PG പ്രോഗ്രാംസ് റൺ ചെയ്യുന്നത് MCom പ്ലസ് MBA താമസിയാതെ നോട്ടിഫൈ ചെയ്യും. സോ നാച്ചുറലി ഈ വിഷയങ്ങളിലെല്ലാം പെടുന്ന ടീച്ചേഴ്സിന് അക്കാഡമിക് കൗൺസിലറായിട്ട് അപ്ലൈ ചെയ്യാം. Then under the School of Communications and Information Science, we have 2 UG programs, BCA as well as BSc Data Science and Analytics. അപ്പോൾ ഈ വിഷയങ്ങളുടെ അധ്യാപകരെയും ആവശ്യമുണ്ട്. ആൻഡ് MCA പ്രോഗ്രാം വിൽ ബി ലോഞ്ച് സൂൺ. ഈ പറഞ്ഞ വിഷയങ്ങൾക്കപ്പുറം ജേർണലിസം ആൻഡ് എൻവയൺമെൻറ്റൽ സ്റ്റഡീസിലെ അധ്യാപകരെയും ആവശ്യമുണ്ട്. കാരണം അത് നമ്മുടെ കോമൺ കോഴ്സായിട്ട് വരുന്ന വിഷയങ്ങളാണ്. വളരെ ലളിതമായ സ്റ്റെപ്സിലൂടെ നിങ്ങൾക്ക് ഈ അക്കാഡമിക് കൗൺസിലർ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. ലെറ്റ്സ് സീ ഹൗ ടു അപ്ലൈ. ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്യുന്നവരാണെങ്കിൽ ന്യൂ യൂസർ രജിസ്ട്രേഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. പേരും മെയിൽ IDയും ഫോൺ നമ്പറും കൊടുക്കുക. ഒപ്പം ഒരു പാസ്വേഡും ക്രിയേറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്യുമ്പോൾ യു വിൽ ബി സക്സസ്ഫുള്ളി രജിസ്റ്റേർഡ്. അത് സേവ് ചെയ്തിടുക. സോ ദാറ്റ് നിങ്ങൾ പിന്നീട് ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾ പാസ്വേഡ് മറന്നുപോയാലും ഓൾറെഡി സേവ്ഡ് ആണെങ്കിൽ യു ക്യാൻ ഈസിലി ലോഗിൻ. പിന്നീട് ലോഗിൻ ചെയ്യുമ്പോൾ യൂസർ നെയിമായിട്ട് ഉപയോഗിക്കേണ്ടത് നിങ്ങളുടെ ഇമെയിൽ ID തന്നെയാണ്. അതുപോലെ പാസ്വേഡായിട്ട് ഉപയോഗിക്കേണ്ടത് നിങ്ങളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത പാസ്വേഡാണ്. ഫസ്റ്റ് ടൈം രജിസ്റ്റർ ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നിങ്ങൾ കൊടുക്കുന്ന മെയിൽ IDയും ഫോൺ നമ്പറും അതോടൊപ്പം ക്രിയേറ്റ് ചെയ്യുന്ന പാസ്വേഡും എഴുതി വയ്ക്കുക. മെയിൽ IDയിൽ കൺഫർമേഷൻ മെയിൽ വരും. പിന്നീടുള്ള എല്ലാ ലോഗിനും ഈ മെയിൽ ID ആയിരിക്കും യൂസർ നെയിമായിട്ട് യൂസ് ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത പാസ്വേഡാണ് ഉപയോഗിക്കേണ്ടത്. ഇത് ഇത്രയും വിശദീകരിച്ച് പറയുന്നത് ഒരുപക്ഷെ യങ്സ്റ്റേഴ്സിന് ബോറായിട്ട് തോന്നാം. പക്ഷെ ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ബെസ്റ്റ് ടീച്ചേഴ്സ്, അത് റിട്ടയർഡ് ഹാൻഡ്സ് ആണ് അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നവരാണ്, ആരായാലും ഞങ്ങളോടൊപ്പം വി നീഡ് ദം ടു ജോയിൻ ഹാൻഡ്സ് വിത്ത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി. അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അങ്ങനെ രജിസ്ട്രേഷൻ കഴിഞ്ഞ് നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ 3 സ്റ്റെപ്പ് പ്രോസസ്സാണ് ആദ്യം ചെയ്യേണ്ടത്. ഫസ്റ്റ് സ്റ്റെപ്പ് പേഴ്സണൽ പ്രൊഫൈലാണ്. നമ്മുടെ ബേസിക് ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുക. അതിനൊപ്പം തന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് യു ഗോ ടു ദ നെക്സ്റ്റ് സ്റ്റെപ്പ്. നെക്സ്റ്റ് സ്റ്റെപ്പ് കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസ് ഫിൽ ചെയ്യുന്നതാണ്. പെർമനൻ്റ് അഡ്രസ്സും കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സും സെയിം ആണെങ്കിൽ കോപ്പി പെർമനൻ്റ് അഡ്രസ്സ് എന്ന റൈറ്റ് ഹാൻഡ് സൈഡ് ടോപ്പിൽ കാണുന്ന ബോക്സ് ക്ലിക്ക് ചെയ്താൽ മതി. ഇവിടെ അഡീഷണൽ ഒരു ആൾട്ടർനേറ്റീവ് ഫോൺ നമ്പർ കൊടുക്കണം. ആൻഡ് ദെൻ പ്രൊസീഡ്. തേർഡ് സ്റ്റെപ്പ് എത്തുമ്പോൾ നിങ്ങളുടെ ഡാഷ്ബോർഡ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. where you can see your activities, alerts and active jobs. ആക്റ്റീവ് ജോബ്സിൽ അപ്ലൈ ചെയ്യാം. ഇനിയും ഈ പർട്ടിക്കുലർ ജോബ് സംബന്ധമായ ചോദ്യങ്ങൾ അടങ്ങിയിരിക്കുന്ന 5 സ്റ്റെപ്സാണ് ഫോളോ ചെയ്യേണ്ടത്. സ്റ്റെപ്പ് 1 ജനറൽ ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങളുടെ പർട്ടിക്കുലർ വിഷയം ചൂസ് ചെയ്യണം. എംപ്ലോയ്മെൻറ്റ് സ്റ്റാറ്റസ് ചൂസ് ചെയ്യണം. പ്രിഫേർഡ് ലൊക്കേഷൻ
ചൂസ് ചെയ്യണം. ലൊക്കേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഏത് ഡിസ്ട്രിക്റ്റിലാണ് അക്കാഡമിക് കൗൺസിലറായിട്ട് വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി കേരളത്തിലെ എല്ലാ ഡിസ്ട്രിക്റ്റിലും പ്രവർത്തിക്കുന്നുണ്ട്. സോ യു ക്യാൻ ചൂസ് എനി ഡിസ്ട്രിക്റ്റ് ഓഫ് യുവർ ചോയ്സ്. ഇവിടെ നിങ്ങളുടെ പർട്ടിക്കുലർ ഡീറ്റെയിൽസ് ഫിൽ ചെയ്യുമ്പോൾ എല്ലായിടത്തും മൾട്ടിപ്പിൾ ചോയ്സ് ഫിൽ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ വിഷയം ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ 2 PG ഡബിൾ PG ഉള്ളവരാണെങ്കിൽ അത് നിങ്ങൾക്ക് ഫിൽ ചെയ്യാവുന്നതാണ്. ഒപ്പം തന്നെ സമീപഭാവിയിൽ യൂണിവേഴ്സിറ്റി തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന പ്രോഗ്രാംസും ഈ പോപ്പപ്പ് ബോക്സിൽ കാണാം. ഇഫ് യു ആർ ക്വാളിഫൈഡ് യു ക്യാൻ ഓപ്റ്റ് ദാറ്റ് ഓൾസോ. ഉദാഹരണത്തിൽ പറയുകയാണെങ്കിൽ BEd തുടങ്ങാൻ യൂണിവേഴ്സിറ്റി ഉദ്ദേശിക്കുന്നുണ്ട്. സോ എഡ്യൂക്കേഷൻ ഇൻ ഓൾ സബ്ജക്ട്സ് അങ്ങനെയുള്ളവർ, MSW, ദെൻ MSc മാത്സ്, ലൈബ്രറി സയൻസ്, ഈ വിഷയങ്ങൾ യൂണിവേഴ്സിറ്റി സമീപഭാവിയിൽ തന്നെ തുടങ്ങുന്നതാണ്. സോ ഇപ്പം തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ഈ വിഷയങ്ങളിൽ നിങ്ങൾക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ, നിങ്ങൾ ക്വാളിഫൈഡ് ആണെങ്കിൽ, ഇഫ് യു ബിലോങ് ടു ദാറ്റ് പർട്ടിക്കുലർ ഡിസിപ്ലിൻ യു ക്യാൻ അപ്ലൈ. അതുപോലെ തന്നെ പ്രിഫേർഡ് ലൊക്കേഷനിൽ നിങ്ങളുടെ വീട് സ്ഥിതി ചെയ്യുന്ന ഡിസ്ട്രിക്റ്റ് ചൂസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ വേർ യു ആർ വർക്കിംഗ് ആ ഡിസ്ട്രിക്റ്റും വേണമെങ്കിൽ ചൂസ് ചെയ്യാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡിസ്ട്രിക്റ്റ് ചൂസ് ചെയ്യുമ്പോൾ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ തന്നെ ആഡ് ചെയ്യണം. പിന്നീട് അത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. ഇതാണ് ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഒരു ഫ്ലെക്സിബിലിറ്റി. നിങ്ങൾക്ക് കൊല്ലം ഡിസ്ട്രിക്റ്റിൽ വർക്ക് ചെയ്യാം, ഒപ്പം തന്നെ നിങ്ങൾക്ക് ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിലും പോയി അക്കാഡമിക് കൗൺസിലായിട്ട് വർക്ക് ചെയ്യാം. ഓർ മേ ബി നിങ്ങൾ മലപ്പുറത്ത് ട്രാൻസ്ഫറായി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെയും നിങ്ങൾക്ക് ഹോളിഡേയ്സിൽ നമ്മുടെ ലേണർ സപ്പോർട്ട് സെൻറ്ററിൽ അക്കാഡമിക് കൗൺസിലറായിട്ട് വർക്ക് ചെയ്യാം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ കോൺടാക്ട് ക്ലാസ്സസ് എൻഗേജ് ചെയ്യുന്നത് കേരളത്തിലെ പ്രശസ്തമായ കോളേജസിലാണ്. ആ കോളേജസ് നമ്മുടെ ലേണർ സപ്പോർട്ട് സെൻ്ററായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഈ കോളേജുകളിലായിരിക്കും നിങ്ങൾ അക്കാഡമിക് കൗൺസിലറായിട്ട് പ്രവർത്തിക്കുന്നത്. കേരളത്തിലെ പ്രശസ്തമായ ഈ കോളേജുകളാണ് ഇപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ ലേണർ സപ്പോർട്ട് സെൻറ്റേഴ്സായിട്ട് പ്രവർത്തിച്ചു വരുന്നത്. ഒപ്പം തന്നെ ഈ അക്കാഡമിക് ഇയറിൽ വേറെ പല പ്രശസ്ത സ്ഥാപനങ്ങളും യൂണിവേഴ്സിറ്റിയുടെ ലേണർ സപ്പോർട്ട് സെൻറ്റേഴ്സായിട്ട് വരും. അതുകൊണ്ട് നിങ്ങൾ ഡിസ്ട്രിക്റ്റ് ഓപ്റ്റ് ചെയ്യുമ്പോൾ മാക്സിമം നിങ്ങൾക്ക് ഫ്ലെക്സിബിലിറ്റി ഉള്ള രീതിയിൽ ഡിസ്ട്രിക്റ്റ് ചൂസ് ചെയ്യുക. അവർലി ബേസിസിൽ മാന്യമായ റെന്യൂമറേഷനാണ് യൂണിവേഴ്സിറ്റി നൽകി വരുന്നത്. ഒപ്പം തന്നെ അസൈൻമെൻറ്റ് വാല്യുവേഷൻ, എക്സാം ഡ്യൂട്ടി, ഡെസർട്ടേഷൻ വാല്യുവേഷൻ, വൈവ വോസി, ഇങ്ങനെ വിവിധ ഇനം ഉത്തരവാദിത്തങ്ങളാണ് അക്കാഡമിക് കൗൺസിലറിനുള്ളത്. എല്ലാത്തിനും അതിൻ്റേതായ റെന്യൂമറേഷനും ഫിക്സ് ചെയ്തിട്ടുണ്ട്. സ്റ്റെപ്പ് 1 കംപ്ലീറ്റ് ആയതിനു ശേഷം സ്റ്റെപ്പ് 2 ഈസ് അക്കാഡമിക് ക്വാളിഫിക്കേഷൻ റിലേറ്റഡ്. PG, MPhil, PhD, UGC, നെറ്റ് എന്നിവ ഫില്ല് ചെയ്യുക. ഇവിടെയും മൾട്ടിപ്പിൾ ക്വാളിഫിക്കേഷൻസ് ഫിൽ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. മൂന്നാമത്തെ സ്റ്റെപ്പ് ടീച്ചിങ് ആൻഡ് റിസർച്ച് എക്സ്പീരിയൻസ് റിലേറ്റഡ് ആണ്. ഒപ്പം അതർ എക്സ്പീരിയൻസ്, മേ ബി നിങ്ങളൊരു ട്രാൻസ്ലേറ്ററാണ്, ഓർ പോസ്റ്റ് ഡോക്ടറൽ റിസർച്ച് ഫെല്ലോ ആണ്, അല്ലെങ്കിൽ നിങ്ങളൊരു മാഗസിൻ എഡിറ്റർ ആയിരിക്കാം. അങ്ങനെ നിങ്ങൾക്ക് വിവിധയിനം മേഖലകളിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതും ഇവിടെ രേഖപ്പെടുത്താവുന്നതാണ്. അതർ എക്സ്പീരിയൻസിന് ശേഷം അവാർഡ്സ് ഉണ്ട്. നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന അവാർഡ്സ് രേഖപ്പെടുത്താം. റിസർച്ച് പബ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ അത്, ബുക്സ് അല്ലെങ്കിൽ ചാപ്റ്റേഴ്സ് ഇൻ ബുക്സ്, ഏരിയ ഓഫ് ഇൻട്രസ്റ്റ്, ഇതൊക്കെ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തുമ്പോൾ ഇഫ് യു ആർ എ ഡോക്യുമെൻ്ററി മേക്കർ ഓർ എ ഫിലിം മേക്കർ, അല്ലെങ്കിൽ മീഡിയ റിലേറ്റഡ് പേഴ്സൺ ആണ് നിങ്ങളുടെ ഇൻട്രസ്റ്റ്, ജേർണലിസം, എൻവയൺമെൻറ്റൽ സ്റ്റഡീസ്, ഇതൊക്കെ ഇവിടെ രേഖപ്പെടുത്താം. കാരണം ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി NEP ആയിട്ട് അലൈൻ ചെയ്തിട്ട് സ്കിൽ എൻഹാൻസ്മെൻറ്റ് കോഴ്സസ് ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ഈ ഡോക്യുമെൻ്ററി മേക്കിംഗ്, ഫിലിം മേക്കിംഗ്, മീഡിയ, ജേർണലിസം, ഇതൊക്കെ നമ്മുടെ ലേണേഴ്സിന് കോഴ്സുകളായിട്ട് വരുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് അതാണെങ്കിൽ അതിൻ്റെ ഓറിയൻറ്റേഷൻ പ്രോഗ്രാംസിനൊക്കെ ഞങ്ങൾ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യും. ആൻഡ് ദെൻ അവാർഡ്സ്, മൾട്ടിപ്പിൾ അവാർഡ്സ് ഉണ്ടെങ്കിൽ അത് രേഖപ്പെടുത്താം. സ്റ്റെപ്പ് 3 ശേഷം സ്റ്റെപ്പ് 4 ഡോക്യുമെൻ്റ് അപ്ലോഡിംഗ് ആണ്. അപ്പോൾ അവിടെ നമ്മൾ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്യുക. SSLC, +2, PG, നെറ്റ്, JRF, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, PWD ആണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ്,
ടീച്ചിങ് എക്സ്പീരിയൻസ്, റിസർച്ച് എക്സ്പീരിയൻസ്, ഇതെല്ലാം ഇതിൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്യുന്ന സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് എല്ലാം സെൽഫ് അറ്റസ്റ്റഡ് ആയിരിക്കണം. ഇറ്റ്സ് ഗിവൺ ഇൻ ദ നോട്ടിഫിക്കേഷൻ. അങ്ങനെ ഡോക്യുമെൻറ്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ ആപ്ലിക്കൻറ്റിന് ആപ്ലിക്കേഷൻ പ്രിവ്യൂ ചെയ്യാനുള്ള ഓപ്ഷൻ വരും. നമ്മുടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പ് അതിൻ്റെ ഒരു പ്രീവ്യൂ കാണാൻ പറ്റും. അവിടെ നമ്മുടെ പേഴ്സണൽ പ്രൊഫൈൽ കാണാം, നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസ് കാണാം, എംപ്ലോയ്മെൻറ്റ് ഡീറ്റെയിൽസ്, പ്രിഫേർഡ് ഡിസ്ട്രിക്ട്സ്, ഇവയെല്ലാം കാണാം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ പേഴ്സണൽ പ്രൊഫൈൽ, കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസ്, എംപ്ലോയ്മെൻറ്റ് ഡീറ്റെയിൽസ് ആൻഡ് പ്രിഫേർഡ് ഡിസ്ട്രിക്ട്സ് ഇത് പിന്നീട് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് ഫില്ല് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ഫിൽ ചെയ്യുക. എത്ര പ്രിഫേർഡ് ഡിസ്ട്രിക്ട്സ് ഉണ്ടോ അതെല്ലാം ഫില്ല് ചെയ്യുക. അക്കാഡമിക് ഡീറ്റെയിൽസ്, PhD, നെറ്റ്, ടീച്ചിങ് എക്സ്പീരിയൻസ്, അതർ എക്സ്പീരിയൻസ്, അവാർഡ്സ്, ബുക്സ് അതെല്ലാം എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഘട്ടത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാം. അങ്ങനെ 5 സ്റ്റെപ്സ് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു ആപ്ലിക്കേഷൻ ID കിട്ടും. കൺഗ്രാറ്റുലേഷൻസ്, യു ആർ നൗ എ രജിസ്റ്റേർഡ് ആപ്ലിക്കൻറ്റ് ഓഫ് ശ്രീ നാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി. നിങ്ങൾക്കായിട്ട് ഇവിടെ ഒരു ഡാഷ്ബോർഡ് തന്നെ ഉണ്ടാകും. അവിടെ നിങ്ങളുടെ പ്രൊഫൈൽ വിസിബിളാണ്. ഒപ്പം ജോബ് നോട്ടിഫിക്കേഷൻ ലിസ്റ്റ് വിസിബിളാണ്. നിങ്ങൾ അപ്ലൈ ചെയ്ത ജോബ് ഡീറ്റെയിൽസും കാണാം. ഒപ്പം യൂണിവേഴ്സിറ്റി കാലാകാലങ്ങളിൽ വിളിക്കുന്ന ജോബ് വേക്കൻസീസ് ഇവിടെ വിസിബിളാണ്. അത് നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഉപകരിക്കുകയും ചെയ്യും. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനുമുണ്ട്. സോ ബെസ്റ്റ് ഓഫ് ലക്ക് ആൻഡ് കൺഗ്രാറ്റുലേഷൻസ് ഫോർ ബീയിങ് പാർട്ട് ഓഫ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി. നിങ്ങൾക്ക് അക്കാഡമിക് കൗൺസിലിങ്ങിനെ പറ്റി ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വീഡിയോ വ്യൂ ചെയ്താൽ മതി. സോ ദാറ്റ് യു വിൽ നോ വാട്ട് ആൻ അക്കാഡമിക് കൗൺസിലർ ഈസ് സപ്പോസ് ടു ഡു. Thank you and stay tuned.